നമസ്കാരം. ഈ 2 മാസം മുമ്പാണ് തമിഴ്നാട് കൽപ്പാക്കത്ത് ഇന്ത്യയുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ സെക്കൻഡ് സ്റ്റേജായ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ക്രിട്ടിക്കലായത്. ഈ വാർത്ത സോഷ്യൽ മീഡിയയും ദേശീയ മാധ്യമങ്ങളും ഒക്കെ വലിയ തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. യുഎസും യൂറോപ്പും ജപ്പാനും ഒക്കെ മുട്ടുമടക്കിയെടുത്ത് ഇന്ത്യ വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നു. അടുത്ത 1000 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയിലേക്കുള്ള ശക്തമായ ചുവടുവയ്പ്പാണിത് എന്നൊക്കെ തരത്തിലുള്ള ഒട്ടനവധി റിപ്പോർട്ടിങ്ങുകൾ നടന്നിരുന്നു. ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട്, എത്രത്തോളം ഹൈപ്പാണ്, ഈ റേറ്റിംഗ്സിന് വേണ്ടിയുള്ള ഇന്ത്യൻ മീഡിയയുടെ സ്ഥിരം തട്ടിപ്പ് പരിപാടിയാണോ അത്? ഇതൊക്കെയാണ് ഈ വീഡിയോ വഴി നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. ടെക്സോർബയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഫാസ്റ്റ് ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൽ എന്തൊക്കെ ടൈപ്പ് റിയാക്ഷൻസ് ആണ് നടക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള ഒരു ഡീപ്പ് ടെക്നിക്കൽ അനാലിസിസിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇന്നത്തെ കറണ്ട് ന്യൂക്ലിയർ സിനാരിയോയിൽ നമ്മുടെ അച്ചീവ്മെന്റ് എവിടെ നിൽക്കുന്നു, നമ്മൾ ഈ ഉന്നയിക്കുന്ന വാദങ്ങളൊക്കെ എത്രത്തോളം റിയൽ ആണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ വഴി പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നതിനായി കൽപ്പാക്കത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് യുറേനിയത്തിൽ നിന്നാണ്. ഇന്ത്യയുടെ പക്കലാണെങ്കിൽ തീരെ യുറേനിയം ഇല്ല, എന്നാൽ ധാരാളം തോറിയമുണ്ട്. ന്യൂക്ലിയർ ഫ്യൂലായി ഡയറക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്ന എലമെന്റ്സിനെ ഫിസൈൽ എന്നും, എന്നാൽ ചില റിയാക്ഷൻസ് വഴി ന്യൂക്ലിയർ ഫ്യൂലാക്കി മാറ്റാൻ സാധിക്കുന്ന എലമെന്റ്സിനെ ഫെർട്ടൈൽ എന്നും പറയുന്നു. ഇതിൽ യുറേനിയം ഫിസൈലും തോറിയം ഫെർട്ടൈലുമാണ്. അതായത് തോറിയം നമുക്ക് ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ ഡയറക്റ്റ് ഫ്യൂലായി ഉപയോഗിക്കാൻ സാധിക്കില്ല. ചില പരിപാടികൾ നടത്തിയതിന് ശേഷം മാത്രമേ അത് റിയാക്ടറിൽ ഫ്യൂലായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ തോറിയം ന്യൂക്ലിയർ ഫ്യൂലായി ഉപയോഗിക്കാൻ സാധിച്ചാൽ ഇന്ത്യയുടെ എല്ലാ എനർജി പ്രശ്നങ്ങളും തീർന്നു. ലോകത്തുള്ള തോറിയത്തിന്റെ ഏകദേശം 25% ഇന്ത്യയിലാണ്. അതിൽ തന്നെ വലിയൊരു ശതമാനവും തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളായ കൊല്ലത്തും ചവറയിലും ഒക്കെയാണ്. അങ്ങനെ ഈ തോറിയം വഴി ന്യൂക്ലിയർ റിയാക്ടർ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ ന്യൂക്ലിയർ സയൻസിന്റെ പിതാവെന്നറിയപ്പെടുന്ന എച്ച് ജെ ഭാഭ 1950കളിൽ എൻവിഷൻ ചെയ്ത ഒരു 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം ഉണ്ട്. അതിന്റെ സെക്കൻഡ് സ്റ്റേജാണ് കൽപ്പാക്കത്ത് ഏപ്രിൽ 6 ക്രിട്ടിക്കലായത്. അതിൽ ഈ തേർഡ് സ്റ്റേജിലാണ് തോറിയം വഴി ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റേജിൽ ഫെർട്ടൈലായ തോറിയത്തെ ഫിസൈലായ U-233 ആയി കൺവേർട്ട് ചെയ്യിച്ചാണ് ന്യൂക്ലിയർ ഫ്യൂലായി ഉപയോഗിക്കുന്നത്. യുഎസും യൂറോപ്പും ജപ്പാനും ഒക്കെ മുട്ടുമടക്കിയെടുത്ത് ഇന്ത്യ വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നു. കുറച്ച് രാജ്യസ്നേഹവും ഇമോഷൻസും ഒക്കെ കുത്തി നിറച്ച് ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകാം. ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം വരുമെങ്കിലും ഇത് വസ്തുതാവിരുദ്ധമാണ്. യുഎസിൽ 1950കളിൽ തന്നെ EBR അഥവാ എക്സ്പെരിമെന്റൽ ബ്രീഡർ റിയാക്ടർ എന്ന ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ക്രിട്ടിക്കലാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം EBR-2 എന്ന വേറൊരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ പ്രോട്ടോടൈപ്പ് ക്രിട്ടിക്കലാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ കൊമേഴ്ഷ്യൽ ആയിട്ട് ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പണിയുന്നുണ്ടായിരുന്നു, ക്ലിഞ്ച് റിവർ എന്ന പേര്. 1980സിൽ ജിമ്മി കാർട്ടറിന്റെ സമയത്ത് ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കപ്പെട്ടു. അതിന്റെ കാരണങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ വഴിയെ സംസാരിക്കാം. അതുപോലെ തന്നെ ഫ്രാൻസ് ഫിനിക്സ് എന്ന് പേരുള്ള ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ക്രിട്ടിക്കലാക്കി 4 വർഷത്തോളം ഏകദേശം ഫുൾ പവർ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ 3000 മെഗാവാട്ട് തെർമൽ കപ്പാസിറ്റി ഉള്ള ഒരു വലിയ കൊമേഴ്ഷ്യൽ ലെവൽ റിയാക്ടർ സൂപ്പർ ഫിനിക്സ് എന്ന പേരിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഇലക്ട്രിസിറ്റി ഗ്രിഡുമായി കണക്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരെ നടത്തി. പക്ഷേ അതും 1997 അടച്ചുപൂട്ടേണ്ടി വന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ന്യായമായിട്ടും ചോദിക്കാം, അപ്പോൾ ഇന്ത്യൻ മീഡിയ പറഞ്ഞാൽ എന്താണ് തെറ്റ്? അവരിതൊക്കെ ചെയ്തെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ലല്ലോ, അവിടെ ഇന്ത്യ വിജയിച്ചില്ലേ എന്ന്. ഈ വെസ്റ്റേൺ കൺട്രീസ് തങ്ങളുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് അടച്ചുപൂട്ടാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. 1, എഞ്ചിനീയറിംഗ് റിലേറ്റഡ് പ്രോബ്ലംസ്. 2, എക്കണോമിക്കൽ പ്രോബ്ലംസ്. 3, പൊളിറ്റിക്കൽ പ്രോബ്ലംസ്. ആദ്യം എഞ്ചിനീയറിംഗ് റിലേറ്റഡ് പ്രോബ്ലംസിനെ പറ്റി നോക്കാം. ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സിൽ പൊതുവെ കൂളൻ്റായി ഉപയോഗിക്കുന്നത് ലിക്വിഡ് സോഡിയമാണ്. കെമിസ്ട്രി പഠിച്ചിട്ടുള്ളവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, ഈ ലിക്വിഡ് സോഡിയം ഒരു വെനകെട്ട സാധനമാണ്. ഇത് എയറും വാട്ടറും ഒക്കെ ആയിട്ട് വളരെ വയലൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. മാത്രമല്ല ഇത് വളരെ കൊറോസീവുമാണ്. ഇത് എങ്ങനെയെങ്കിലും ലീക്കായി പുറത്തു വന്നു കഴിഞ്ഞാൽ വൻ തീപിടുത്തം ഉണ്ടാവും. ഇത് കൊറോസീവ് ആയതുകൊണ്ട് തന്നെ ഇത് പൈപ്പുകളെയും പമ്പുകളെയും അതിൻ്റെ ഗ്യാസ്കറ്റ്സിനെയും സീൽസിനെയും ഇമ്പല്ലേഴ്സിനെയും ഒക്കെ നശിപ്പിച്ച് കളയും. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് ഫെയിലായി ലിക്വിഡ് സോഡിയം പുറത്തു വന്നു കഴിഞ്ഞാൽ തീപിടുത്തവും ഉണ്ടാവും. ഈ ലിക്വിഡ് സോഡിയത്തെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഇന്ത്യ ഈ പ്രോബ്ലത്തെ സക്സസ്ഫുള്ളി ഡീൽ ചെയ്തതുകൊണ്ടല്ലേ ഇന്ത്യൻ റിയാക്ടർ ക്രിട്ടിക്കൽ ആയെന്ന് ചോദിച്ചാൽ, ഈ ക്രിട്ടിക്കാലിറ്റി എന്ന കൺസെപ്റ്റിനെ പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഏകദേശം ഒരു IC എഞ്ചിൻ സ്റ്റാർട്ട് ആകുന്ന പോലെയാണ്. ഈ എഞ്ചിൻ്റെ ആദ്യത്തെ കറക്കം നമ്മൾ കൈകൊണ്ടോ സ്റ്റാർട്ടിംഗ് മോട്ടർ കൊണ്ടോ കറക്കണം. ഈ കറക്കുമ്പോൾ എഞ്ചിനുള്ളിലേക്ക് വരുന്ന എയറിൻ്റെ അളവും ഫ്യൂവലിൻ്റെ അളവും കംപ്രഷൻ്റെ സീലിങ്ങും സ്പാർക്കിൻ്റെ ടൈമിങ്ങും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ എഞ്ചിൻ തന്നെ കറങ്ങി തുടങ്ങും. അതുപോലെ ഒരു ബ്രീഡർ റിയാക്ടറിനുള്ളിലെ ഫ്യൂവലിൻ്റെ കോൺസെൻട്രേഷനും ന്യൂട്രോൺ എക്കോണമിയും ബ്രീഡിംഗ് റേഷ്യോയും ഒക്കെ കറക്റ്റ് ആകുമ്പോൾ ഒരു ചെയിൻ റിയാക്ഷൻ സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ട് മുന്നോട്ട് പോകും. ഇതിനെയാണ് ക്രിട്ടിക്കൽ ആകുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആ പ്രോസസ്സിൻ്റെ സ്റ്റാർട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബ്രീഡർ റിയാക്ടർ ക്രിട്ടിക്കൽ ആകുമ്പോൾ അത് വളരെ ലോ പവറിലായിരിക്കും. യുഎസിൻ്റെ EBR-1 ക്രിട്ടിക്കൽ ആയത് 4 ഇലക്ട്രിക് ബൾബുകൾ കത്തിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കൽപ്പാക്കത്തെ റിയാക്ടർ ക്രിട്ടിക്കൽ ആയിരിക്കാം വളരെ ചെറിയ പവറിലായിരിക്കും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് വരുന്നത് പവർ കൂട്ടി ഫുൾ പവറിൽ റൺ ചെയ്യുമ്പോഴാണ്. ഒരു ന്യൂക്ലിയർ റിയാക്ടർ പവർ കൂട്ടി ഫുൾ പവറിൽ ഡൗൺ ടൈം ഇല്ലാതെ പ്രൊലോങ്ഡ് പീരീഡ്സ് റൺ ചെയ്യുമ്പോൾ മാത്രമാണ് അതിലെ എഞ്ചിനീയറിംഗ് ഡിസൈൻ സക്സസ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ അവരുടെ പ്രോട്ടോടൈപ്പ് റിയാക്ടേഴ്സ് വർഷങ്ങളോളം ഫുൾ പവറിൽ റൺ ചെയ്തിട്ടുണ്ട്.
ഫ്രാൻസ് തങ്ങളുടെ ഫിനിക്സ് റിയാക്ടർ 4 വർഷത്തോളം ഫുൾ പവറിൽ റൺ ചെയ്യിച്ച ആത്മവിശ്വാസത്തിലാണ് സൂപ്പർ ഫിനിക്സ് പണിയുന്നത് തന്നെ. ഫിസിക്സ് മോഡലിൽ വർക്ക് ചെയ്താൽ പ്രോട്ടോടൈപ്പിലും വർക്ക് ചെയ്യും. എന്നാൽ എഞ്ചിനീയറിംഗ് അങ്ങനെയല്ല. സ്കെയിലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് എഞ്ചിനീയറിംഗ് ഫെയിൽ ആകാനുള്ള ചാൻസ് എക്സ്പൊണൻഷ്യലി കൂടും. കാരണം റിയാക്ടേഴ്സ് വലുതാകുന്നതിനനുസരിച്ച് പൈപ്സ് കൂടും, വെൽഡേരിയ കൂടും, പമ്പ്സ് കൂടും, സീൽസ് കൂടും, ഗ്യാസ്കറ്റ്സ് കൂടും. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്കെയിൽ അപ്പ് ചെയ്യുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഫെയിലിയർ പോയിന്റ്സ് നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുകയാണ്. ഈ മോഡലുകളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ലീക്കുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു കൊമേഴ്ഷ്യൽ ലെവൽ റിയാക്ടറിൽ ഉണ്ടാകുന്ന വലിയ ലീക്കുകൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഈ സൂപ്പർ ഫിനിക്സിന്റെ കാര്യം എടുത്താൽ തന്നെ അത് ഓടിയപ്പോൾ വളരെ നല്ലോണം ഓടി. ഏകദേശം 1.13 അതിന് ബ്രീഡിംഗ് റേഷ്യോ ഉണ്ടായിരുന്നു. എന്നാൽ നിരന്തരം ഉണ്ടാകുന്ന ഈ സോഡിയം ലീക്ക് കാരണം അതിന്റെ ഡൗൺ ടൈം വളരെ കൂടുതലായിരുന്നു. കോടിക്കണക്കിന് ഡോളറുകൾ ചിലവാക്കി ഉണ്ടാക്കിയ ഈ റിയാക്ടർ ഒരു ദിവസം പോലും അടഞ്ഞു കിടന്നാൽ അത് കാരണം ഉണ്ടാകുന്ന ധനനഷ്ടം വളരെ ഭീമമാണ്. ഇവിടെയാണ് ഇതിന്റെ എക്കണോമിക് ആസ്പെക്ട് കടന്നു വരുന്നത്. 1950കളിൽ ഈ ബ്രീഡർ റിയാക്ടറുകൾ എന്ന് പറയുന്നത് വളരെ റവല്യൂഷണറി ആയ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ന്യൂക്ലിയർ റിയാക്ടറുകളുടെ ഭാവി ബ്രീഡർ റിയാക്ടറുകളാണെന്ന് അന്നത്തെ ശാസ്ത്രലോകം ഒന്നടങ്കം വിശ്വസിച്ചിരുന്നു. 1950കളിൽ എച്ച് ജെ ഭാഭ അതിവിടെ പറയുമ്പോൾ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ അത് വളരെ വ്യത്യസ്തമായ അഭിപ്രായമൊന്നുമല്ലായിരുന്നു. അന്നത്തെ ന്യൂക്ലിയർ വേൾഡിന്റെ കോമൺ കൺസെൻസസ് തന്നെ അങ്ങനെയായിരുന്നു. ബ്രീഡർ റിയാക്ടറുകളാണ് ഭാവി. ബ്രീഡർ റിയാക്ടർ എന്നാൽ എനർജി ഉൽപ്പാദനത്തിന് ശേഷം ഇട്ട ഫ്യൂവലിനേക്കാൾ കൂടുതൽ ഫ്യൂവൽ തിരിച്ചു തരുന്ന ഒരു അക്ഷയപാത്രം. അതായത് നമുക്കൊരു കാർ ഉണ്ടെന്ന് കരുതുക. ഓടിക്കുന്നതിനനുസരിച്ച് അതിനുള്ളിലെ പെട്രോളിന്റെ അളവ് കൂടിക്കൊണ്ടിരുന്നാലോ നല്ല രസമുണ്ടായിരിക്കുമല്ലേ? വാട്ട്സ് നോട്ട് ടു ലൈക്ക് അബൌട്ട് ഇറ്റ്? ഇതാണ് ബ്രീഡർ റിയാക്ടേഴ്സ്. അന്നത്തെ ശാസ്ത്രലോകത്തിന്റെ കണക്കനുസരിച്ച് ഭൂമിയിൽ വളരെ ചെറിയ തോതിൽ മാത്രമേ യുറേനിയം അവൈലബിൾ ആയിട്ടുള്ളൂ. അവിടെ നിന്ന് ഏകദേശം 60 കൊല്ലം മുന്നോട്ട് ഉപയോഗിക്കാനുള്ള യുറേനിയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്നാണ് അന്ന് അനുമാനിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ബ്രീഡർ റിയാക്ടേഴ്സ് ഇല്ലാതെ ന്യൂക്ലിയർ എനർജിക്ക് ഫ്യൂച്ചറില്ല. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി. കൂടുതൽ യുറേനിയം ഖനികൾ കണ്ടെത്തി, യുറേനിയം മൈനിങ് ചീപ്പായി. മാത്രമല്ല വേൾഡ് ട്രേഡ് കൂടുതൽ ലിബറലായി. യുറേനിയം ഇല്ലാത്ത രാജ്യങ്ങൾക്ക് പോലും ട്രേഡ് വഴി യുറേനിയം ആക്സസ് ചെയ്യാം എന്ന അവസ്ഥയുണ്ടായി. കൂടുതൽ യുറേനിയം താരതമ്യേന കുറഞ്ഞ ചിലവിൽ അവൈലബിൾ ആയതോടുകൂടി പിൽക്കാലത്ത് അൾട്രാ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രീഡർ റിയാക്ടേഴ്സിന്റെ എക്കണോമിക് ഫീസിബിലിറ്റി കുറഞ്ഞുപോയി. അത് മാത്രമല്ല 1970കളിൽ യുഎസിന്റെ 3 മൈൽ ഐലൻഡിൽ നടന്ന ഒരു ന്യൂക്ലിയർ അപകടം ഈ ഇൻഡസ്ട്രി വൻതോതിൽ റെഗുലേറ്റ് ചെയ്യപ്പെടാൻ കാരണമായി. അതോടെ ഇത്തരം റിയാക്ടേഴ്സ് നിർമ്മിക്കാനുള്ള ക്യാപിറ്റൽ കോസ്റ്റ് 10 മടങ്ങായി കൂടി. നേരത്തെ പറഞ്ഞ സോഡിയം ലീക്ക് കാരണം ഈ ബ്രീഡർ റിയാക്ടേഴ്സിന്റെ ഡൗൺ ടൈം താരതമ്യേന നമ്മുടെ സാധാ റിയാക്ടേഴ്സിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഒന്നാമത് ഇതിന്റെ നിർമ്മാണ ചെലവ് വളരെ കൂടുതലാണ്. മാത്രമല്ല ഈ റിയാക്ടേഴ്സ് ഫ്രീക്വന്റ് ആയി ഡൗൺ ആകുന്നത് മൂലമുണ്ടാകുന്ന ധനനഷ്ടം ഇത് എക്സ്ട്രാ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്യൂവലിന്റെ വാല്യൂവിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. ഇത് ലോകത്തിന് മനസ്സിലായതോടുകൂടിയാണ് ഇതിന്റെ എക്കണോമിക്സ് തകർന്നു പോയത്. ഫ്രാൻസ് സൂപ്പർ ഫിനിക്സ് അടച്ചുപൂട്ടാനൊക്കെ ഉള്ള പ്രധാന കാരണം ഇതാണ്. മൂന്നാമത്തെ കാരണം പൊളിറ്റിക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1980കളിൽ US നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ സമയത്ത് അടച്ചുപൂട്ടുകയുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രധാന കാരണം അതിനു മുമ്പ് അമേരിക്കയിലെ 3 മൈൽ ഐലൻഡിൽ നടന്ന ഒരു ന്യൂക്ലിയർ ദുരന്തമാണ്. ഈ ന്യൂക്ലിയർ ദുരന്തത്തോടെ ന്യൂക്ലിയർ എനർജി അവിടെ വളരെ വലിയ വിഷയമായി മാറി. ജനങ്ങളുടെ പബ്ലിക് ഒപ്പീനിയൻ മൊത്തമായിട്ട് ന്യൂക്ലിയർ എനർജിക്ക് എതിരായി. മാത്രമല്ല ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റ് പ്രകാരം ഈ പ്ലൂട്ടോണിയം ബേസ്ഡ് സൈക്കിൾസിൽ പ്രവർത്തിക്കുന്ന ഈ ഫാസ്റ്റ് ബ്രീഡർ പോലുള്ള റിയാക്ടേഴ്സ് ന്യൂക്ലിയർ ബോംബ് നിർമ്മാണത്തിന് ഒരു മാസ്കായി ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ അത്തരം റിയാക്ടേഴ്സ് ശക്തമായി നിയന്ത്രിക്കപ്പെട്ടു. ഇന്ത്യയുടെ ഈ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം ഇന്ത്യയുടെ ബോംബ് നിർമ്മാണത്തിന് ഒരു മറയാണെന്ന് വരെ അന്നത്തെ വെസ്റ്റേൺ വേൾഡിലെ പലരും കരുതിയിരുന്നു. ഇതും നമ്മൾ നേരത്തെ സംസാരിച്ച എഞ്ചിനീയറിംഗ് ആൻഡ് എക്കണോമിക്സ് പ്രോബ്ലംസും ഒക്കെ കാരണം US 1983 തങ്ങളുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രോജക്ട് ഉപേക്ഷിക്കുകയായിരുന്നു. ജപ്പാനും ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് പരീക്ഷിച്ചിരുന്നു. അവിടെ ഉണ്ടായ സോഡിയം ലീക്കും തുടർന്നുണ്ടായ തീപിടുത്തമൊക്കെ കാരണം അവിടുത്തെ ജനഹിതവും ഈ റിയാക്ടേഴ്സിനെതിരായി. അതും പൂട്ടിപ്പോയി. ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ പറ്റി പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് നിംബി, നോട്ട് ഇൻ മൈ ബാക്ക്യാർഡ്. സംഭവമൊക്കെ കൊള്ളാം, എൻ്റെ വീടിൻ്റെ അടുത്ത് വേണ്ട. ജനങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പൊളിറ്റിക്കൽ യൂട്ടിലൈസേഷനാണ് വെസ്റ്റേൺ വേൾഡിൽ ഈ റിയാക്ടേഴ്സ് നിന്ന് പോകാനുള്ള ഒരു കാരണം. ഇന്ന് AI ഡേറ്റാ സെന്ററുകളുടെ വർദ്ധിച്ച എനർജി ഉപഭോഗം വലിയൊരു ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സിലുള്ള ഇൻട്രസ്റ്റ് ഈ അടുത്തിടെയായിട്ട് വീണ്ടും കൂടിയിരിക്കുകയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ വേൾഡ് ഷോർട്ട് ടൈം എക്കണോമിക് ആസ്പെക്ട് മാത്രം മുന്നിൽ കണ്ട് തങ്ങളുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സിന് വേണ്ടിയുള്ള ഫണ്ടിങ് കട്ട് ചെയ്തത് ഇച്ഛാശക്തി ഇല്ലായ്മയാണ് എന്ന വാദവുമുണ്ട്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ബ്രീഡർ റിയാക്ടേഴ്സ് നിന്നുപോകാനുള്ള പ്രധാന കാരണം ഈ ലിക്വിഡ് സോഡിയം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൈപ്പുകളും മറ്റ് എക്യുപ്മെൻസും നിർമ്മിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അവൻ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇത്രയും വലിയ ന്യൂക്ലിയർ സയൻസ് ഒക്കെ ചെയ്യാമെങ്കിൽ ഇത് കൊണ്ടുപോകാനുള്ള പൈപ്പ് നിർമ്മിക്കാനാണോ ഇത്രയും വലിയ പാഠം? അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ വാലിഡ് ആണ്. അവിടെയുള്ള സർക്കാരുകൾക്ക് ഈ ടെക്നോളജിയിൽ അത്ര കൺവിക്ഷനും ഈ ഇച്ഛാശക്തിയും അൺലിമിറ്റഡ് ഫണ്ടിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് സാധ്യമായിരുന്നു. ഇച്ഛാശക്തിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മറന്നുകൂടാത്ത ഒരു രാജ്യമുണ്ട്, അതാണ് ചൈന. നമ്മുടെ ഇന്ത്യയുടെ ഈ ഫാസ്റ്റ് ബ്രീഡർ പ്രോഗ്രാം സക്സസ് ആവുകയാണെങ്കിൽ തന്നെ ഇത് തോറിയത്തിൽ നിന്ന് അണവോർജ്ജം ഉൽപ്പാദിപ്പിച്ച് തുടങ്ങാൻ ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു 50 കൊല്ലമെങ്കിലും എടുത്തു. ചൈന ഓൾറെഡി തോറിയത്തിൽ നിന്ന് അണവോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ് റിയാക്ടർ റൺ ചെയ്യുന്നുണ്ട്. 2035 അതായത് 10 കൊല്ലത്തിനുള്ളിൽ അവരത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള പ്ലാനിലുമാണ്.
അവരിതിനു വേണ്ടി ഉപയോഗിക്കുന്ന റിയാക്ടേഴ്സ് നമ്മുടേതുപോലെ സോളിഡ് ഫ്യൂൽ റിയാക്ടർ അല്ല. അവരുപയോഗിക്കുന്നത് മോൾട്ടൺ സാൾട്ട് റിയാക്ടർ എന്ന വേറൊരു ടെക്നോളജിയാണ്. ഒന്നോർത്താൽ ഈ ടെക്നോളജിയും പയനിയർ ചെയ്തത് US തന്നെയാണ്. 1970കളിൽ US-ലെ ഓക്രിഡ്ജിൽ നടന്ന ഒരു പരീക്ഷണമാണ് ഈ മോൾട്ടൺ സാൾട്ട് റിയാക്ടർ. യുദ്ധങ്ങളിൽ ഫൈറ്റർ പ്ലെയിനുകൾ ഏറ്റവും വൾണറബിൾ ആകുന്നത് നിരന്തരം റീഫ്യൂൽ ചെയ്യേണ്ടി വരുമ്പോഴാണ്. അതുകൊണ്ട് പറക്കാനുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ന്യൂക്ലിയർ റിയാക്ടർ പ്ലെയിനിനുള്ളിൽ തന്നെ സ്ഥാപിക്കുകയാണെങ്കിൽ മാസങ്ങളോളം റീഫ്യൂലിംഗ് ഇല്ലാതെ പറക്കാൻ സാധിക്കും. ഇങ്ങനെ പ്ലെയിനകത്ത് വെക്കാൻ സാധിക്കുന്ന ഒരു കുഞ്ഞൻ റിയാക്ടർ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് മോൾട്ടൺ സാൾട്ട് റിയാക്ടറിൽ കലാശിച്ചത്. ഈ മോൾട്ടൺ സാൾട്ട് റിയാക്ടറിന്റെ പ്രോട്ടോടൈപ്പ് സക്സസ്ഫുള്ളായി 3-4 വർഷം ഫുൾ പവറിൽ ഓടിച്ചു. ഇതിന് സാധാരണ റിയാക്ടേഴ്സിനേക്കാളും പാസീവ് സേഫ്റ്റി കൂടുതലുമായിരുന്നു. മാത്രമല്ല ഇത് പ്ലൂട്ടോണിയത്തിന് പകരം U-233യിൽ റൺ ചെയ്യുന്നുണ്ട്. വെപ്പൺ പ്രൊലിഫറേഷൻ റിസ്ക്കും കുറവാണ്. എന്നാൽ US അതും അടച്ചുപൂട്ടി. അതിന്റെ റീസണും പൊളിറ്റിക്കലാണ്. അന്നത്തെ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ ആയിരുന്നു. റൊണാൾഡ് റീഗന്റെ ക്യാമ്പയിൻ ഫണ്ട് ചെയ്ത സോളിഡ് ഫ്യൂൽ ന്യൂക്ലിയർ ഗ്യാങ് ലോബി ചെയ്താണ് ഈ മോൾട്ടൺ സാൾട്ട് റിയാക്ടർ പരീക്ഷണം അടച്ചുപൂട്ടിയെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷേ ഓക്രിഡ്ജിലെ ഫൈൻഡിങ്സ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിനെ ബേസ് ചെയ്താണ് ചൈന തങ്ങളുടെ മോൾട്ടൺ സാൾട്ട് റിയാക്ടർ വികസിപ്പിച്ചിരിക്കുന്നത്. കാരണം അക്കാലത്ത് തന്നെ ചെറിയൊരു കാലയളവിൽ തോറിയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച U-233 വെച്ച് ഈ മോൾട്ടൺ സാൾട്ട് റിയാക്ടർ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചൈന തങ്ങളുടെ തോറിയ റിയാക്ടറിന് വേണ്ടി മോൾട്ടൺ സാൾട്ട് റിയാക്ടർ തിരഞ്ഞെടുത്തത്. AI ഡേറ്റാ സെന്റേഴ്സിന്റെ ഊർജ്ജദാഹം കൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ മോഡുലാർ റിയാക്ടേഴ്സിനായിട്ടുള്ള ഡെവലപ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡേറ്റാ സെന്റർ മാത്രം പവർ ചെയ്യുന്ന ഒരു കണ്ടെയ്നറിന്റെ വലിപ്പമുള്ള ചെറിയ റിയാക്ടേഴ്സിനെയാണ് മോഡുലാർ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. ഇത്തരം മോഡുലാർ റിയാക്ടേഴ്സ് ഉണ്ടാക്കാനായി രാജ്യങ്ങളും പ്രൈവറ്റ് കമ്പനികളും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം പല പ്രൈവറ്റ് പ്രോജക്റ്റുകളെയും വലിയ AI ഡേറ്റ കമ്പനികൾ ഫണ്ട് ചെയ്യുന്നുമുണ്ട്. ഈ പരീക്ഷിക്കപ്പെടുന്നവയിൽ സോളിഡ് ഫ്യൂൽ ടെക്നോളജിയും മോൾട്ടൺ സാൾട്ട് ടെക്നോളജിയും ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല പല പുതിയ ടെക്നോളജികളും ഉണ്ട്. അപ്പോൾ ഇതാണ് ലോകത്തെ കറന്റ് ന്യൂക്ലിയർ സിനാരിയോ. ഇന്ത്യയുടെ ഈ 3 സ്റ്റേജ് പ്രോഗ്രാം സക്സസ് ആവുകയാണെങ്കിൽ തന്നെ തോറിയത്തിൽ നിന്നുള്ള എനർജി പ്രൊഡക്ഷൻ തുടങ്ങാൻ കുറഞ്ഞ ഒരു 50 കൊല്ലമെങ്കിലും എടുക്കും. ആ ഒരു കാലയളവിനുള്ളിൽ തന്നെ ചൈനയോ ഈ പ്രൈവറ്റ് കമ്പനികളോ തങ്ങളുടെ ഡിസൈൻസ് വിജയകരമായി പരീക്ഷിച്ച് കൊമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ 3 സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ 3rd സ്റ്റേജാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. കാരണം അതിന് മുൻ മാതൃകകളില്ല. നമ്മളിപ്പോൾ അച്ചീവ് ചെയ്ത 2nd സ്റ്റേജ് തന്നെ കുറവുകളോടെ ആണെങ്കിൽ കൂടെ വെസ്റ്റേൺ വേൾഡ് കുറഞ്ഞൊരു 70 കൊല്ലം മുമ്പെങ്കിലും അച്ചീവ് ചെയ്തതാണ്. അവരുടെ എക്സ്പീരിയൻസസും ഫെയിലിയേഴ്സും ഒക്കെ നമ്മുടെ ഡിസൈനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. എന്നാൽ 3rd സ്റ്റേജ് അങ്ങനെയല്ല. ഇത് മുൻപ് ആരും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 3rd സ്റ്റേജാണ് ഇതിലേറ്റവും ഡിഫിക്കൽട്ട്. ഇന്നത്തെ ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ 50 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ കണ്ട് ഇത്രത്തോളം ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നത് എത്രത്തോളം സസ്റ്റൈനബിൾ ആണെന്ന് കണ്ടറിയണം. കാരണം ഈ 50 കൊല്ലത്തെ കാലയളവിനുള്ളിൽ റിന്യൂവബിൾസ് കൂടുതൽ എഫിഷ്യൻ്റ് ആവുകയും ഒരു ബെറ്റർ ബാറ്ററി സ്റ്റോറേജ് കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ ഒരു പക്ഷേ ഇൻസിഗ്നിഫിക്കൻ്റ് ആയി പോയേക്കാം. ഓരോരോ രാജ്യത്തിന് ഓരോരോ സ്ട്രാറ്റജീസാണ്, ഓരോരോ വിഷൻസാണ്. ഇതിൽ ഏതാണ് ശരി, ആരാണ് വിജയിക്കുന്നത് എന്നൊക്കെ കാലത്തിന് മാത്രമേ കാണിച്ചു തരാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ജേർണലിസത്തെ പറ്റി കൂടി പറയേണ്ടതുണ്ട്. ഇന്ന് ലോകത്തെ എനർജി സെക്ടറിൽ ന്യൂക്ലിയർ എനർജിയുടെ കോൺട്രിബ്യൂഷൻ ഒരുപാട് കുറഞ്ഞതിന് പ്രധാന കാരണം ഈ ജേർണലിസം ഫാക്ട് ബേസ്ഡിൽ നിന്ന് മാറി പോപ്പുലിസ്റ്റ് ആയതാണ്. ലോകത്ത് ഓരോ ന്യൂക്ലിയർ അപകടം ഉണ്ടായപ്പോഴും ഈ അപകടം എന്തുകൊണ്ടുണ്ടായി, എന്തായിരുന്നു കാരണം, എങ്ങനെയാണ് അത് പരിഹരിച്ചത്, ഇനി എന്തുകൊണ്ട് ഈ അപകടം ആവർത്തിക്കില്ല, ഇങ്ങനെയുള്ള ഫാക്ട്സ് റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം സർക്കുലേഷനും റേറ്റിംഗ്സിനും വേണ്ടി ഫിയർ മോങ്കറിംഗ് നടത്തിയോണ്ടാണ് ജനങ്ങൾക്ക് ന്യൂക്ലിയർ എനർജി പേടിയായതും രാഷ്ട്രീയക്കാർ ഇത് അടച്ചുപൂട്ടിയത്. 1000 കൊല്ലത്തെ എനർജി സെക്യൂരിറ്റിയും രാജ്യസ്നേഹവും കൂടെ കൂട്ടി വിളമ്പുന്ന വാർത്തകൾ അതിൻ്റെ മറ്റൊരു വശമാണ്. നമ്മുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ഇന്ന് ലോകം എവിടെ നിൽക്കുന്നു, നമ്മൾ എവിടെയാണ് തുടങ്ങിയ കണ്ടക്സ്റ്റ് കൂടി പറയുമ്പോഴേ ആ റിപ്പോർട്ടിംഗ് ബാലൻസ്ഡ് ആകുന്നുള്ളൂ. ഇന്ന് കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാതെ പാടിപ്പുകഴ്ത്തുന്ന ഇത്തരം മാധ്യമങ്ങൾ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതേ ഭീതി വ്യാപാരം നടത്തി ജനഹിതം എതിരാക്കി ഇതും പൂട്ടിക്കും. 1974 സ്മൈലിംഗ് ബുദ്ധ അണുപരീക്ഷണത്തിന് മുമ്പ് ഇന്ത്യക്ക് ഫ്രാൻസിൽ നിന്നും കാനഡയിൽ നിന്നുമൊക്കെ കൺസിഡറബിൾ ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഹെൽപ്പ് കിട്ടിയിരുന്നു. എന്നാൽ അതിനുശേഷം ഈ ഹെൽപ്പ് ഗണ്യമായി കുറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഈ 2nd സ്റ്റേജ് വികസിപ്പിച്ച ശാസ്ത്രജ്ഞർ നടത്തിയത് ഒരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ്. അവരുടെ ഹാർഡ് വർക്കിനെയും ടാലൻറ്റിനെയും ഈ വീഡിയോയിൽ യാതൊരു തരത്തിലും നമ്മൾ കുറച്ച് കാണുന്നില്ല. ഈ മൊത്ത വീഡിയോ വഴി നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ: ഈസ് ദ ജ്യൂസ് വർത്ത് ദ സ്ക്വീസ്? ഈ വീഡിയോയ്ക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അദ്ദേഹം ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണലാണ്. അദ്ദേഹത്തിന് നന്ദി പറയാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സാധ്യമല്ല. ഡിജോ, താങ്ക്സ് മാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.